മിസ്റ്റർ ഷൂവിനെ കുറിച്ച് തനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം ഷൂവിന്റെ ലോയർ യാവനോടും ക്യുവാനോടും പറയാണ്. സത്യത്തിൽ എന്റെ ക്ലയന്റ് ബായി കാരണം ഡിപ്രഷനിലായിരുന്നു. ബായി അവനെതിരെ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് കൊടുത്തു. പക്ഷേ മിസ്റ്റർ ഷൂ അങ്ങനൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം കുറെ നാളുകളായിട്ട് അദ്ദേഹം ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാണ്. സത്യം എന്താണെന്ന് യാവനും ക്യുവാനും മനസ്സിലാകുന്നു. മിസ്റ്റർ ഷൂ ആയിരുന്നില്ല ആദ്യം ബായി അപ്രോച്ച് ചെയ്ത്. ബായി സ്വയം അവനെ അപ്രോച്ച് ചെയ്യായിരുന്നു, തന്നിലേക്ക് അട്രാക്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഒരുപാട് റിച്ച് ആണെന്ന് വിചാരിച്ചാണ് അവൾ അങ്ങനെ ചെയ്തത്. അവർ രണ്ടുപേരും ക്ലോസ് ആയി, മാരേജ് കഴിഞ്ഞു. അതിനുശേഷമാണ് മിസ്റ്റർ ഷൂ അത്രയ്ക്ക് സക്സസ്ഫുൾ അല്ലെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. സോ മിസ്റ്റർ ഷൂവിനെ സമൂഹത്തിന് മുന്നിൽ ഒരു ചീത്ത മനുഷ്യനാക്കിയ ശേഷം അവനെ ഡിവോഴ്സ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ഇതെല്ലാം കേട്ട ശേഷം യാവിന് ഒരു കാര്യം ഉറപ്പായി, മിസ്റ്റർ ഷൂ മരിക്കാൻ കാരണം താനല്ലെന്ന്, അദ്ദേഹത്തിന്റെ വൈഫായ ബായി കാരണമാണെന്ന്. അങ്ങനെ കുറച്ചു നേരം കേസിന്റെ കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം ക്യുവാന ലോയറിനോട്, നീ കുടിക്കുന്ന ഈ ഡ്രിങ്കിന്റെ പൈസ കൊടുക്കുന്നത് ഞാനാണ്, ഇവിടെ നിന്റെ ആവശ്യം കഴിഞ്ഞു, നിനക്ക് പോകാമെന്ന് പറയുന്നു. നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നി? ഞാൻ നിന്റെ അടുത്ത് വന്ന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷൻ തന്നത്, അറ്റ്ലീസ്റ്റ് നീ എന്നോട് താങ്ക്സ് എങ്കിലും പറയാൻ അവൻ പറയുന്നു. പക്ഷെ ക്യുവാനാകട്ടെ താങ്ക്സ് പറയുന്നില്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിനക്ക് എൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യം വരുമെന്ന് ആ ലോയർ പറയുമ്പോൾ, ഞാൻ ഇവിടുത്തെ ടോപ്പ് ലോയറാണ്, എനിക്കൊരിക്കലും നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യം വരില്ലെന്ന് ക്യുവാനും പറയുന്നു. എന്തായാലും കുറച്ച് ഡ്രിങ്ക്സ് കുടിച്ച ശേഷം ആ ലോയർ അവിടെ നിന്ന് പോകുന്നു. യാവ് ക്യുവാനോട്, സർ, താങ്കളുടെ ഈ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന പോലുള്ള ട്രെഡ്സ് താങ്കൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. താങ്കൾ അതെങ്ങനെ ഫേസ് ചെയ്തു എന്ന് ചോദിക്കുന്നു. ഞാൻ ആ ട്രെഡ്സിനെ എന്നെ കൂടുതൽ പവർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്തു. എനിക്കറിയാമായിരുന്നു ഞാൻ ഡൗൺ ആവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് കേസ് ജയിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയി ആ പേഴ്സണുമായി ഫൈറ്റ് ചെയ്തു. ലാസ്റ്റ് കേസ് ഞാൻ ജയിച്ചു. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷനും വാങ്ങി. ആ കോമ്പൻസേഷൻ യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്ന് അവൻ പറയുന്നു. വാവ് ബോസ്, താങ്കൾ ഒരുപാട് സ്മാർട്ടാണെന്ന് അവൾ പറയുന്നു. ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നിന്റെ പക്കൽ ലൈസൻസ് ഉണ്ടോയെന്ന് അവൻ ചോദിക്കുന്നു. ഉണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും താങ്കളുടെ കാറ് ഡ്രൈവ് ചെയ്യില്ല. കാരണം താങ്കളുടെ കാറ് ഒരുപാട് എക്സ്പെൻസീവാണ്. ഞാൻ കാരണം ആ കാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ തരാൻ വേണ്ടി മാത്രമുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ലെന്ന് അവൾ പറയുന്നു. ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ ഡ്രൈവറിനെ ഹയർ ചെയ്യാമെന്ന് അവൾ പറയുമ്പോൾ, ആ ഡ്രൈവർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈം എനിക്കില്ല, നീ ഡ്രൈവ് ചെയ്യാൻ അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ക്യുവാന്റെ കാർ ഡ്രൈവ് ചെയ്യാണ്. അവളാകട്ടെ ഇത്ര എക്സ്പെൻസീവ് കാറ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല പേടിയിലായിരുന്നു. അവൻ നോക്കുമ്പോൾ സൈക്കിൾ ഓടിക്കുന്നവർ, മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർ ഒന്നും പറയണ്ട, നടക്കുന്ന ആളുകൾ പോലും ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ക്യുവാൻ ദേഷ്യം വരുന്നു. നീ ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്? നോക്കൂ, സൈക്കിൾ പോലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണെന്ന് അവൻ പറയുമ്പോൾ, ബോസ്, താങ്കളുടെ ഈ എക്സ്പെൻസീവ് കാറിന് ഞാൻ കാരണം ഒരു സ്ക്രാച്ച് എങ്കിലും വരികയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ ബോഡി പാർട്സ് മുഴുവൻ വിൽക്കേണ്ടി വരുമെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവളുടെ കൊളീഗ് വന്ന്, നിന്റെ പേരിൽ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനൊരു പാഴ്സലും ഓർഡർ ചെയ്തിട്ടില്ലെന്ന് അവൾ പറയുമ്പോൾ, ചിലപ്പോൾ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് നിനക്ക് വേണ്ടി ഓർഡർ ചെയ്തായിരിക്കും എന്ന് കൊളീഗ്സ് പറയുന്നുണ്ട്. നീ എന്തായാലും ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ അവർ പറയുന്നു. അവൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ടെറ്റനിക് കാര്യങ്ങളായിരുന്നു. യാവ് ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ലോയേഴ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം നോർമൽ കാര്യമാണ്, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്ന് ആ കൊളീഗ് പറയുന്നു. യാവ് നോക്കുമ്പോൾ ഒരു പാഴ്സലിനകത്ത് അവളുടെയും അവളുടെ സിസ്റ്ററിന്റെ ഫോട്ടോ ആയിരുന്നു. അവൾ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തൻ്റെ സിസ്റ്ററിനെ കോൾ ചെയ്യുന്നു. നീ ഓക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഓക്കെയാണ്. നിനക്കറിയാമല്ലോ ഈ ഇടയായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെൻസി അവളോട്, ഒരു ലോയർ എന്ന് പറയുന്നത് അത്ര ഈസി പ്രൊഫഷനല്ല, നീ വീക്ക് ആകുകയല്ല വേണ്ടത്, സ്ട്രോങ് ആകുക വേണ്ടെന്ന് പറയുന്നു. യാവ് ഫോൺ കട്ട് ചെയ്ത ശേഷം, ശരിയാണ്, ഞാൻ ഒരിക്കലും വീക്ക് ആകില്ല, സ്ട്രോങ് ആകുമെന്ന് സ്വയം പറയുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻസിയുടെ എക്സ് ഹസ്ബൻഡ് അവളെ കോൾ ചെയ്യുന്നു. എൻ്റെ മദറിൻ്റെ ഹെൽത്ത് ഒരുപാട് മോശമാണ്, നീ അമ്മയോട് സംസാരിക്കാൻ അവൻ പറയുന്നുണ്ട്. നീ എന്നെ കാണാൻ എപ്പോഴാ വരുന്നതെന്ന് ഡോഗ്മിന്റെ മദർ ചോദിക്കുന്നുണ്ട് ചെൻസിയോട്.
അതിനുശേഷം ഡോഗ്മിൻ ചെൻസിയോട് എൻ്റെ മദറിൻ്റെ ഓപ്പറേഷൻ 2 ദിവസം കഴിഞ്ഞാണ്, നീ പ്ലീസ് അമ്മയെ കാണാൻ ഒന്ന് വരണമെന്ന് പറയുന്നു. നമ്മൾ ഡിവോഴ്സായ കാര്യം നീ ഇതുവരെ മദറിനോട് പറയാത്ത എന്താണെന്ന് ചെൻസി ചോദിക്കുന്നു. അതിനുശേഷം അവൾ യാവുവിനെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ സിസ്റ്ററിനോട് നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചെൻസി പറയുമ്പോൾ, യാവു ക്യുവാൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് ക്യുവാനോടാണ്, യാവുവിനോടല്ലെന്നും ഡോങ്മിൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസാണ് കാണിക്കുന്നത്. ലീജിൻ ക്യുവാൻ്റെ അടുത്ത് വന്ന് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ കേസ് ജയിക്കാൻ നീ എന്തു പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്റെ പക്കൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്ലാനെക്കുറിച്ച് എനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. നീ ആളുകളോട് സംസാരിച്ച് അവരുടെ മനസ്സിലെ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ മിടുക്കനാണ്. സോ നീ ഡോഗ്മിൻ്റെ അടുത്ത് പോയി അവനോട് സംസാരിക്കണം. അവൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ കിട്ടുമെന്ന് ശ്രമിക്കാൻ ക്യുവാൻ പറയുന്നുണ്ട്. ശരി, ഞാൻ പോയി അവനോട് സംസാരിക്കാം. അല്ലെങ്കിൽ തന്നെ അവൻ ചെൻസി ബുള്ളി ചെയ്ത കാര്യം ഞാൻ മറന്നിട്ടില്ല. എനിക്ക് അവനോട് പകരം ചോദിക്കണമെന്ന് അവൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ലീജിൻ ഡോഗ്മിനെ കാണാൻ വരുന്നു. എന്നിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. നീ ഏത് ലോയറിനോടാണ് ഫൈറ്റ് ചെയ്യുന്ന കാര്യം നീ മറക്കരുത്. പിന്നെ ഈ കേസ് ജയിക്കുന്നതിനെ കുറിച്ച് നീ സ്വപ്നം കാണുക പോലും വേണ്ട. നിനക്കൊരിക്കലും ഇത് ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്ത ശേഷം ലീജിൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാനാണ് കാണിക്കുന്നത്. ക്യുവാൻ തൻ്റെ സ്റ്റോർ റൂമിൽ വന്ന് തനിക്ക് ആദ്യം കിട്ടിയിരുന്ന ട്രെറ്റൻ ലെറ്റേഴ്സ് എല്ലാം നോക്കുന്നു. ആദ്യമൊക്കെ ഇത് കിട്ടിയിരുന്ന സമയത്ത് താൻ എന്തുമാത്രം ഡൗൺ ആയിരുന്നുവെന്നും ലീജിൻ്റെ കൂടെ പോയി ഡ്രിങ്ക് ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ട്. ലീജിൻ ആ ടൈമിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ചില ടൈമിൽ ഡീമോട്ടിവേറ്റും ചെയ്യുമായിരുന്നു എന്ന കാര്യം അവൻ ഓർക്കുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ഉറങ്ങുകയാണ്. അവൾ ആകെ ഡിസ്റ്റർബ് കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ആരോ ഡോർ നോക്ക് ചെയ്യുന്നു. അവൾ ഞെട്ടുണരുന്നുണ്ട്. അത് ക്യുവാനായിരുന്നു. എന്തു പറ്റി, നീ ഇത്രയും ഡിസ്റ്റർബായിരിക്കുക എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ പേടിച്ചു പോയി, ഡോർ ആരാ നോക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് അവൾ പറയുന്നു. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ഉണ്ടെന്ന് അവൻ പറയുന്നു. നീ എന്താ ഫുഡൊന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, കിച്ചണിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ശരി, നമുക്ക് ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളെയും കൂട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അവർ ഗ്രോസറീസ് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ലേഡി വന്ന് ക്യുവാനെ തള്ളി മാറ്റി സാധനം എടുക്കുന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ ഹരാസ്മെൻറ്റ് കേസെടുക്കും. ഞാനൊരു ലോയറാണെന്ന് ക്യുവാൻ പറയുന്നു. കാരണം ആ ലേഡി അവൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തത്. അപ്പോൾ യാവ് വന്ന്, സോറി മാഡം, എൻ്റെ ബോസ് കുറച്ച് റൂഡാണെന്ന് പറയുന്നു. ഇത് കേട്ട ആ ലേഡി അവിടുന്ന് പോകുന്നുണ്ട്. നീ എന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ ആ ലേഡിയില്ലെന്ന് അവൻ പറയുമ്പോൾ, ആ ലേഡിയുമായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് ബെറ്റർന്ന് അവൾ പറയുന്നു. അപ്പോൾ ആ ലേഡി മറ്റൊരു സ്ത്രീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ക്യുവാൻ കാണുന്നു. ഇത്ര ഇൻറ്റൻസ് ഫൈറ്റ് കാണുമ്പോൾ താൻ രക്ഷപ്പെട്ടിയാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവർ സാധനങ്ങളെല്ലാം വാങ്ങി കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ഗേൾസ് വന്ന് ഇവരെ ശ്രദ്ധിക്കുന്നു. ഇദ്ദേഹത്തെ കാണാൻ എന്ത് ഹാൻഡ്സുമാണ്, റിച്ച് ആണെന്ന് കണ്ടാൽ അറിയാം, പക്ഷേ ഈ ഗേളിനെ കണ്ടാൽ ഓർഡിനറി ലുക്കാണെന്ന് അവർ പറയുന്നു. ഇത് ക്യുവാനും കേൾക്കുന്നുണ്ട്. അവൻ അവരെ കാണിക്കാനായിട്ട് യാവുവിനെ കുറച്ച് എക്സ്ട്രാ കെയർ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ യാവു ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് വിശപ്പില്ല, നീ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് ക്യുവാൻ പറയുന്നു. അപ്പോൾ യാവു അവർ വാങ്ങിയ സ്നാക്സുമായി വന്ന്, താങ്കൾ ഈ സ്നാക്സ് കഴിക്കാൻ പറയുന്നു. എനിക്ക് സ്നാക്സ് വേണ്ട, നീ കഴിച്ചോളാൻ പറഞ്ഞ് അവൻ റൂമിലേക്ക് പോകുന്നുണ്ട്. യാവു ആട്ടെ ആ സ്നാക്സ് കഴിച്ച് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കരയുന്നു. അപ്പോൾ അവൻ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളുടെ കണ്ണീര് തുടയ്ക്കാൻ ഒരു കർച്ചീഫ് കൊടുക്കുന്നു. യാവു ആവട്ടെ നിർത്താതെ നന്നായി കരയാണ്. അവളെ ചീറപ്പ് ചെയ്യാൻ വേണ്ടി അവൻ അവളോട്, നിനക്കറിയാമോ, നീ ഇപ്പോൾ കണ്ണീര് ഉടച്ച ഈ കർച്ചീഫിൻ്റെ വില 8,000 ആണെന്ന് പറയുന്നു. ഇത് കേട്ട് യാവു ഷോക്കാകുന്നുണ്ട്. താൻ ഇത്രയും എക്സ്പെൻസീവ് കരച്ചിൽ ഇതുവരെ കരഞ്ഞിട്ടില്ലെന്ന് അവൾ പറയുന്നു. അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ, നിന്നെ ഇപ്പോൾ കണ്ടാൽ നല്ല പ്രെറ്റിയാണെന്ന് അവൻ പറയുന്നു. എന്ത് കാര്യം, എന്നേക്കാളും പ്രെറ്റിയായ ലേഡി എന്നെ സ്റ്റുപ്പിഡാക്കിയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ക്യുവാൻ തൻ്റെ റൂമിൽ വന്ന ശേഷം ലീജിന് മെസ്സേജ് ചെയ്യുന്നു. ഈ കേസിനെ കുറിച്ച് നെറ്റിൽ എന്തൊക്കെ റൂമേഴ്സാണ് ഉള്ളത് അതെല്ലാം റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേസമയം യാവു തൻ്റെ റൂമിലിരുന്ന് സ്നാക്സ് എല്ലാം കഴിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി ഒരു ഡ്രാമ കാണാണ്. നെക്സ്റ്റ് സീനിൽ യാവു കുറേ ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടി. അവളെ കാണുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം
അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നിട്ട് അവളോട് നിന്റെ വീബു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറയുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ഇത്രയും ദിവസവും തന്നെ കുറ്റപ്പെടുത്തിയ ആളുകളെല്ലാം അവളോട് സോറി പറയുന്നു. ഒരു രാത്രി കൊണ്ട് ഇത്രയും ചേഞ്ച് ആകാൻ കാരണം ക്യുവാനും ലീജനും ആണ്. അവർ ഓരോ ആളുകളെയും ട്രേസ് ചെയ്ത് അവർക്കെതിരെ ഡിഫമേഷന് ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യുവാൻ നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരാൾ ഡിപ്രഷനിലാണെങ്കിൽ അവരെ എങ്ങനെ ചീറപ്പ് ചെയ്യാമെന്ന് കുറേ ഐഡിയാസ് അവന് കിട്ടുന്നു. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് അയാളെ എപ്പോഴും ബിസി ആക്കാനാണ്. അവൻ യാവുനെ റൂമിലേക്ക് വിളിച്ച് എൻ്റെ ഈ ഫയൽസ് എല്ലാം വേസ്റ്റാണ്, നീ പോയി ഇതെല്ലാം ഷ്രെഡ് ചെയ്യാൻ പറയുന്നു. ഇതെന്ത് ജോലിയാണെന്ന് മനസ്സിൽ വിചാരിച്ച് അവൾ പോയി ആ ജോലി ചെയ്യുന്നു. ഫുൾ ഡേയും അവൾ ഈ ജോലിയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോൾ വീട് ഫുൾ അലങ്കോലമായി കിടക്കായിരുന്നു. ഇതെന്തു പറ്റി, വീട്ടിൽ ഏതെങ്കിലും തീഫ് കയറിയെന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്റെ ഡോഗ് ചെയ്തതാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അവൾക്കതെല്ലാം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. സത്യത്തിൽ അവൻ ശ്രമിക്കുന്നത് യാവുന് ഒട്ടും ടൈം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, കരയാൻ വേണ്ടി. നെക്സ്റ്റ് ഡേ യാവു ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ പുതിയതായി ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് കാണുന്നു. ഇതെന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ ബോസ് ചെയ്തതാണ്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആരും ലേറ്റായിട്ട് വരരുതെന്ന് അവർ പറയുന്നു. മറ്റൊരു കൊളീഗായ ബാവര് വരുമ്പോഴും ഈ ക്യാമറ കാണുന്നു. ഇത് കണ്ട് അവൻ ദേഷ്യം വരുന്നുണ്ട്. ബോസ് ഒരിക്കലും എനിക്ക് ഫൈൻ തരില്ല, ബോസിന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ ആ ക്യാമറ നോക്കി പറയുന്നു. അപ്പോൾ ക്യുവാൻ അവിടേക്ക് വരുന്നു. ഞാൻ നിനക്ക് ഒരിക്കലും ഫൈൻ തരില്ല, പക്ഷേ നിന്നെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാവ് വീണ്ടും ആ ഷ്രെഡിങ് ജോലി ചെയ്യുകയാണ്. കാരണം ക്യുവാൻ വീണ്ടും അവൾക്ക് ആ ജോലി ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മെയ്ഡ് അവിടേക്ക് വരുന്നു. മാഡം, താങ്കൾ എന്തിനായി ജോലി ചെയ്യുന്നത്, ഇത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് യാവു ആ ജോലി അവരെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ക്യുവാൻ വരുമ്പോൾ യാവുനെ അവിടെ കാണുന്നില്ല. പകരം മെയ്ഡ് ഇത് ചെയ്യുന്ന കാണുന്നുണ്ട്. അവൻ ദേഷ്യം വരുന്നു.